ദൈവം അനുവദിച്ചേക്കുന്ന ഒരു കാര്യം, ഒരുത്തൻ മരിച്ച് അവനെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവന് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പൊട്ടി പുറത്തു വരത്തില്ല. ഇവിടെ കയറി വരിക എന്ന് എപ്പം മുകളിൽ ശബ്ദമുണ്ടാകുന്നു അന്നേ ആ സെമിട്രി വിട്ട് അവൻ മോളെ പൊട്ടി പുറത്തു വരത്തുള്ളൂ. എന്നാൽ ചരിത്രത്തെ തിരുത്തുന്നൊരു സംഭവമുണ്ടായി. മുമ്പ് കേട്ടിട്ടില്ലാത്ത, പണ്ടാരും പറഞ്ഞറിവില്ലാത്ത ഒരു ചരിത്രം യെരുശലേമിലുണ്ടായി. അത് യേശുവിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട അതിനെ കൊണ്ട് അടക്കം ചെയ്തത് ഒരു കല്ലറയ്ക്കകത്ത്. എന്നാൽ 3-ാമത്തെ ദിവസം ഒരു മോളെ അങ്ങ് പൊട്ടാൻ തുടങ്ങി. ആ മുള ജഡത്തിന്റെ മുളയല്ലായിരുന്നു, തേജസ്സിന്റെ മുളയായിരുന്നു. ഇന്ന് രാവിലെ ആ മുള വിശ്വസിക്കുന്നവരുടെ മേൽ രാവിലെ പൊട്ടുകയാണ്. വിശ്വസിക്കുന്ന നിനക്ക് നേരെ പരിശുദ്ധാത്മാവ് വിരച്ചുണ്ടെന്നു. ഇതൊതുങ്ങിയവരുടെ സ്ഥലമല്ല, ഇതൊതുക്കി വെച്ചതിനെ മുഴുവനും പൊട്ടിച്ചു പുറത്തു വന്നവന്റെ സ്ഥലമാ. ഇത് പിടിച്ചടക്കി വെക്കുന്ന സ്ഥലമല്ല, പിടിച്ചടക്കിയതിനെ മുഴുവനും പൊട്ടിച്ചു പുറത്തു വന്ന സ്ഥലമാ. അടിച്ചോ, വാ തുറന്നോ, ശക്തിയോടെ രാവിലെ ദൈവത്തിന് മഹത്വം കൊടുത്താണോ. കാര്യം ഈ ദൂത് ദൈവത്തിന്റെ വിടുതലിന്റെ ദൂതാണ്. ഞാൻ ഒന്നുകൂടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വിത്തിട്ടിട്ട് നിങ്ങൾ ആ മണ്ണിന്റെ മുകളിൽ 3-4 പ്രാവശ്യം ചവിട്ടി ഉറപ്പിക്കണം. ആ ചവിട്ടിന്റെ ആഗ്രഹം ഇത് മുളയ്ക്കല്ലെന്നും പറഞ്ഞു തന്നെ ചവിട്ടണം. ഈ ആഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ്തോ. ഒരു പയറുമണി എടുത്ത് മണ്ണിലോട്ടിട്ടിട്ട് മാക്സിമം ചവിട്ടാൻ പാകത്തിൽ ചവിട്ടിക്കോ. എന്നിട്ട് ഒരു കല്ലും കൂടെ എടുത്ത് വെച്ച് നോക്കിക്കോ. ഈ മണി നിങ്ങൾ എത്ര ചവിട്ടിയാലും കല്ലെടുത്ത് വെച്ചാലും ആ കല്ലിനെ ഭേദിച്ചുകൊണ്ട് ആദ്യം മുളച്ചു കയറി വരും. എന്താ കാര്യമെന്നറിയാവോ? അകത്ത് സീഡുള്ളതിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന്. നിന്റെ അകത്ത് കിടക്കുന്നത് നിന്റെ ജീവനല്ല, യേശുവിന്റെ ജീവനാ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവനാൽ പുതിയത് ചിലത് സംഭവിക്കുന്നു. കല്ലുരുട്ടി വെച്ചു, മുദ്ര പതിപ്പിച്ചു, 16 സേവകരെ കാവല് നിർത്തി, വിരോധമായ ആളുകൾ മുഴുവനും കൂവി വിളിച്ചു. ഇനി അവൻ ഉണരത്തില്ല. വിത്തിനൊരു സ്വഭാവമുണ്ട്. വിത്തിട്ടാൽ വിത്തായിട്ടല്ല പുറത്തു വരുന്നത്, പുതിയതെന്തോ പുറത്തു വരുന്നത്. കല്ലറയ്ക്കകത്ത് കേറിയതുപോലെ അല്ല അവൻ പുറത്തു വന്നത്. പിന്നെ പിടിച്ചൊതുക്കാൻ പറ്റാത്ത ഒരു പുതിയ ശരീരമായിട്ടാ അവൻ പുറത്തു വന്നത്. ആ ജീവൻ ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന നിന്റെ ദേഹത്ത് വെളിപ്പെടുന്ന പറയുന്നത്. ആ ജീവൻ ഇന്ന് രാവിലെ നിന്റെ ത്വക്കി വെളിപ്പെടുന്ന പറയുന്നത്. ആ ജീവൻ ഇന്ന് രാവിലെ നിന്റെ ഹാർട്ടിൽ വെളിപ്പെടുന്ന പറയുന്നത്. ആ ജീവൻ ഇന്ന് രാവിലെ നിന്റെ കിഡ്നിയിൽ വെളിപ്പെടും. ആ ജീവൻ ഇന്ന് രാവിലെ നിന്റെ പ്രശ്നത്തിൽ വെളിപ്പെടും. ഒന്ന് എഴുന്നേറ്റ് തന്നെ പ്രാർത്ഥിക്കാൻ പോവാ. പ്രീവിയസ് ഹിസ്റ്ററി വിട്ടേര്. ഇന്നലെ ആരുടെയും ലൈഫിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ? വിട്ടേര്. ഇന്നലെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടോ? വിട്ടേര്. ഈ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം മറന്നേര്.
നിനക്ക് വേണ്ടി ഒരു പുതിയ ഹിസ്റ്ററി ഇന്ന് തുടങ്ങാൻ പോവുക. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് എൻഡ് ടൈമിലാണ് അതിൻ്റെ പേര് ഹിസ്റ്ററി എന്നായി മാറുന്നത്. പക്ഷെ നിനക്ക് വേണ്ടി ദൈവം ഒരു പുതിയ ചരിത്രത്തെ ഈ 5-ാം തീയതി മുതൽ ആരംഭിക്കുകയാ. 5-ാം തീയതി മുതൽ ആരംഭിക്കുകയാ. നീ അറിയാത്ത പുതിയതെന്തോ നിന്റെ അകത്ത് ഉരുവാകുന്നുണ്ട്. എന്നോട് ആത്മാവ് ഉറപ്പിച്ചു പറയുന്നു, മോനെ, ഉരുവാക്കുന്ന എൻ്റെ പുത്രൻ്റെ ജീവൻ